നമസ്കാരം. ഷെക്കിന ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും നൈറ്റ്സ് ടെംപ്ലറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. യേശു ക്രിസ്തു കുരിശിൽ മരിച്ചുവെന്നും അതുവഴി ലോകത്തിന്റെ പാപങ്ങളെല്ലാം മോചിച്ചു എന്നും ക്രൈസ്തവർ വിശ്വസിക്കുമ്പോഴും യേശുവിന്റെ കുരിശുമരണത്തെക്കുറിച്ച് നിരവധി സംശയങ്ങൾ പൊതുസമൂഹം ഉയർത്തുന്നുണ്ട്. ഇത്തരം സംശയങ്ങളെല്ലാം തന്നെ ക്രൈസ്തവരെ ആശങ്കപ്പെടുത്തുന്നുമുണ്ട്. യേശു ദൈവമാണെങ്കിൽ ദൈവം മരിക്കുമോ തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് പൊതുസമൂഹം ഉയർത്തുന്നത്. ഇത്തരം ചോദ്യങ്ങൾക്ക് ദൈവശാസ്ത്രവും സഭയുടെ പ്രബോധനങ്ങളും വിശുദ്ധ ഗ്രന്ഥവുമെല്ലാം എന്ത് വിശദീകരണമാണ് നൽകുന്നത് എന്നാണ് നൈറ്റ്സ് ടെംപ്ലർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് കൂടിയായ ബ്രദർ സനീഷ് ജോർജ് ആണ്. ബ്രദർ, സ്വാഗതം നൈറ്റ്സ് ടെംപ്ലറിലേക്ക്. ബ്രദർ, നമ്മുടെ പ്രേക്ഷകര് യേശുവിന്റെ കുരിശുമരണത്തെക്കുറിച്ച് ചോദിച്ച ചില ചോദ്യങ്ങളാണ് ഇന്ന് നൈറ്റ്സ് ടെംപ്ലർ ചർച്ച ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ഒരു ചോദ്യം ഇതാണ്: ദൈവം മരിക്കുമോ? യേശു മരിച്ചല്ലോ, അപ്പോൾ യേശു ദൈവമാണോ? അതാണ് ആദ്യത്തെ ചോദ്യം. വളരെ നല്ല ഒരു ചോദ്യമാണിത്. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് സുവിശേഷം വളരെ വ്യക്തതയോടെ നമ്മൾ പഠിക്കുന്ന അല്ലെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് ദൈവം നിത്യനാണ്. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 33:27 നിത്യനായ ദൈവം നിന്റെ അഭയശില എന്ന് പറയുന്നുണ്ട്. പിതാവായ ദൈവത്തെക്കുറിച്ച് പറയുമ്പം ദൈവം നിത്യനാണെന്ന് വളരെ വ്യക്തതയോടുകൂടി സുവിശേഷം പറയുക. വീണ്ടും യേശുക്രിസ്തുവിനെ കുറിച്ച് ഏശയ്യായുടെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ തിരുവചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, അവൻ നിത്യനായ പിതാവ് എന്ന് വിളിക്കപ്പെടും. അപ്പോൾ യേശു നിത്യനാണെന്ന് വളരെ വ്യക്തതയോടുകൂടി ഏശയ്യാ പ്രവചനം പറയും. വീണ്ടും എബ്രായ ലേഖനത്തിൻ്റെ 9:14 നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ തന്നെ സമർപ്പിച്ച യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ അന്ധകരണങ്ങളെ ശുദ്ധീകരിക്കുന്നു പറയുന്നു. ഇവിടെ വളരെ വ്യക്തതയോടെ വീണ്ടും പറയുകയാണ് പരിശുദ്ധാത്മാവ് നിത്യനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് നിത്യത എന്നുള്ളത്. അപ്പോൾ നിത്യത എന്ന് പറയുന്നത് യേശുവിന് വളരെ യേശു ദൈവം എന്ന നിലയ്ക്ക് അവൻ നിത്യനാണ്. അതിനകത്ത് യാതൊരു വിധത്തിലുള്ള സംശയമില്ല. പിന്നെ യേശു മരിച്ചത് എങ്ങനെയാണ്, അതിനെക്കുറിച്ച് നമ്മൾ വ്യക്തതയോടുകൂടി അറിയേണ്ടതുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വചനം. അപ്പോൾ നിത്യവചനമായ യേശു, നിത്യപിതാവിൻ്റെ നിത്യവചനമായ യേശു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ നമ്മിൽ ഒരുവനായി മാംസം ധരിച്ചു വന്ന യേശുവാണ് കുരിശിൽ മരിച്ചത്. അതിനെക്കുറിച്ച് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വചനം വ്യക്തതയോടെ പറയുന്നുണ്ട്. അവൻ ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു, കുരിശുമരണത്തോളം തന്നെ താഴ്ത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈശോ കുരിശിൽ മരിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷേ അത് തൻ്റെ മനുഷ്യത്വത്തിലായിരുന്നു എന്ന് വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മനുഷ്യൻ്റെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ അടിസ്ഥാനപരമായി ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ മരണം എന്ന് പറയുന്നത് എന്താ? അയാളുടെ അവസാനം ആത്മാവ് വേർപെടുന്നതാണ്, അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സഭാപ്രസംഗത്തിന്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ ധൂളി അതിന്റെ ഉറവിടത്തിലേക്ക് മടങ്ങുന്നു, ആത്മാവ് ദാതാവിങ്കിലേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ മരിക്കുന്നു എന്ന് പറയുമ്പോഴും ഈ ശരീരത്തിനാണ് ഈ മരണം സംഭവിക്കുന്നത്. ആത്മാവ് നിത്യമാണ് എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഉള്ള ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ പോലും നമ്മളിലുള്ള ദൈവ അംശം എന്ന് പറയുന്ന ഈ ആത്മാവ് മരിക്കുന്നില്ല. ആത്മാവ് നിത്യമാണ്. അപ്പോൾ മനുഷ്യന്റെ ശരീരത്തിനാണ് ഈ മരണം സംഭവിക്കുന്നത്. മനുഷ്യന്റെ കാര്യത്തിൽ പോലും ദൈവത്തിന്റെ അംശം തന്നെയായ ഈ ആത്മാവ് മരിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ കാരണം അത് നിത്യമാണ്. നമ്മുടെ ആത്മാവിനും നിത്യതയുണ്ട്. അതാണ് ഇതിന്റെ കാരണം. അപ്പൊ അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു കുരിശിൽ മരിച്ചെന്ന് പറയുമ്പോൾ അവന്റെ മനുഷ്യത്വത്തിലാണ് മരിച്ചതെന്ന് നമ്മൾ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം ഒരു മനുഷ്യൻ മരിക്കുമ്പം അവന്റെ ശരീരമാണ് മരിക്കുന്നത്, ധൂളി അതിന്റെ ഉറവിടത്തിലേക്ക് മടങ്ങുന്നു, ആത്മാവ് അതിന്റെ ദാതാവിങ്കിലേക്കും എന്ന് പറയുമ്പോൾ വളരെ വ്യക്തതയോടുകൂടി പറയാണ് ആത്മാവ് നിത്യതയുള്ളതാണ്. പിന്നെ നമ്മൾ വീണ്ടും കാണുന്നുണ്ട് മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ഈ പുനരുദ്ധാനത്തെക്കുറിച്ചൊക്കെ തർക്കിക്കുന്ന സദൂക്കായർ വന്ന് ചോദിക്കുമ്പോൾ അവിടെയും പറയുന്ന ഒരു കാര്യമുണ്ട്. അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് പഴയ നിയമത്തിൽ മോശയ്ക്ക് തന്നെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം. എന്നിട്ട് പറയാണ് അവിടുത്തേക്ക് എല്ലാവരും ജീവിക്കുന്നവരാണ്, അവിടുന്ന് ജീവിക്കുന്നവരുടെ ദൈവമാണ് എന്ന് പറഞ്ഞാൽ ഇവരുടെ എല്ലാം ആത്മാക്കൾ നിത്യമാണെന്നും ദൈവസന്നിധിയിലുണ്ടെന്നും വളരെ വ്യക്തതയോടുകൂടി പറയാം. ഇവിടെ മരണത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ മരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് സംഭവിക്കുന്ന ഒരു കാര്യമാണെന്നും ആത്മാവ് നിത്യമാണെന്നും നമുക്ക് തന്നെ അറിയാം നമ്മുടെ മാനുഷിക മരണത്തെ സംബന്ധിച്ചോളം. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു നിത്യദൈവമായ നിത്യവചനമായ യേശു ക്രിസ്തു കുരിശിൽ മരിച്ചെന്ന് പറയുമ്പോൾ അവനവൻ്റെ കുരിശ് മരിച്ചത് മനുഷ്യത്വത്തിലാണ് മരിച്ചതെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ആവശ്യമില്ല. പിന്നെ എന്തുകൊണ്ട് ക്രിസ്തു കുരിശിൽ മരിച്ചു എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയണം. കാരണം യേശുവിന് വേണമെങ്കിൽ മരണത്തിന് രക്ഷപ്പെടാനുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടും യേശു ക്രിസ്തു എന്തിന് ഈ കുരിശുമരണത്തിന് വിധേയപ്പെട്ടു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-ാം വചനം പറയുന്നത് ഇങ്ങനെയാണ്: അവൻ മരണത്തിന് കീഴടങ്ങിയതിനെക്കുറിച്ച് പറയുന്നത് മരണത്തിൻ്റെ മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്തെ തോൽപ്പിക്കാനാണ്.
കാരണം എന്താ വെച്ചാൽ ജ്ഞാനത്തിൻ്റെ പുസ്തകം 1:13 പറയുന്നുണ്ട്, ദൈവം മരണത്തെ സൃഷ്ടിച്ചിട്ടില്ല. ദൈവം മരണത്തെ സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ ഇത് മരണം എന്ന് പറയുന്നത് എന്താണ്? റോമ 6:23 6 അധ്യായം 22 വചനം പറയുന്നത് പാപത്തിന്റെ ശമ്പളമാണ് മരണം. അപ്പൊ ഈ പാപത്തിന്റെ ഒരു പരിണിത ഫലമാണ് ഈ മരണം എന്ന് പറയുന്നത്. അപ്പോൾ പാപത്തിലൂടെ കടന്നു വന്ന ഈ പരിണിത ഫലത്തെ യേശു ക്രിസ്തു തൻ്റെ മരണത്തിലൂടെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് ഈ മരണത്തിന്റെ ആ ഒരു അവസ്ഥയിലൂടെ അവൻ കടന്നുപോയത്. എന്നിട്ട് വെളിപാട് പുസ്തകത്തിൽ വളരെ വ്യക്തതയോടെ അതിൻ്റെ 1:18 യേശു പറയുന്നുണ്ട്, ഇതാ മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോൽ എൻ്റെ കയ്യിലുണ്ടെന്ന്. അപ്പോൾ യേശു തൻ്റെ കുരിശുമരണത്തിലൂടെ ആ മരണത്തിൻ്റെ മേൽ വിജയം നേടിയെടുത്തെന്നും അതിൻ്റെ മേൽ തൻ്റെ അധികാരം പ്രഖ്യാപിച്ചുകൊണ്ട് പറയാണ്, മരണത്തിൻ്റെ മേലും നരകത്തിൻ്റെ മേലും എനിക്ക് അധികാരമുണ്ട്, അതിൻ്റെ താക്കോൽ ഇപ്പോഴും എൻ്റെ കയ്യിലാണ്. പിശാചിന് ഇല്ല, ഇപ്പോൾ അധികാരമില്ല, കാരണം തൻ്റെ കുരിശുമരണത്താൽ അവനെ തോൽപ്പിച്ചു. അപ്പോൾ ഈ മരണത്തിൻ്റെ മേൽ അധികാരമുള്ള പിശാചിനെ തോൽപ്പിക്കാൻ വേണ്ടി ആയിരുന്നു ക്രിസ്തു കുരിശുമരണം എന്ന് പറയുന്ന ആ ഒരു കഠിന യാഥാർത്ഥ്യത്തിലൂടെ കടന്നുപോയത്. അപ്പോൾ അതിന് മറ്റു പല അർത്ഥങ്ങളും ഉണ്ട്. കാരണം രക്തം ചിന്തി അവൻ നമ്മളെ വീണ്ടെടുത്തു, ഇതിൻ്റെ രക്ഷാകരമായ വശത്തോടെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മരണത്തിൻ്റെ മേൽ അന്ന് വരെ പിശാചിനായിരുന്നു ആധിപത്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഈ മരണത്തിൻ്റെ കടമ്പ കടന്ന് ആ പിശാചിനെ തോൽപ്പിച്ച് വിജയശ്രീലാളിതനായിട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നത്. 1 കൊരിന്ത്യർ 15 അധ്യായത്തിൽ അത് വളരെ അതിൻ്റെ 26-ാമത്തെ വചനത്തിൽ വ്യക്തതയോടെ പറയുന്നുണ്ട്, മരണമെന്ന അവസാന ശത്രു തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ ക്രിസ്തുവിൻ്റെ കുരിശുമരണം ഇല്ല എങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൻ്റെ അനുദിന ജീവിതത്തിലെ അനേക കാര്യങ്ങളെ നമുക്ക് എന്താ പറയുക മനസ്സിലാക്കിയെടുക്കാനേ സാധിക്കില്ല. കാരണം ദൈവം സ്നേഹമാണെന്ന് പറയുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ, കഷ്ടപ്പാടുകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ഇതിനൊന്നും നമുക്ക് ആൻസർ ചെയ്യാം. അപ്പം ഈ സഹനങ്ങൾക്കൊക്കെ പിന്നിൽ ഒരു ഉയർപ്പുണ്ടെന്നും ഇതിന് രക്ഷാകരമായ മൂല്യമുണ്ടെന്നും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ കുരിശുമരണമാണ്. പക്ഷെ ക്രിസ്തു കുരിശിൽ മരിച്ചത് മാത്രമേ ഉള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും അവൻ ദൈവമാണെന്ന് പോലും പറയാൻ നമുക്ക് സാധിക്കത്തില്ല. പക്ഷേ ഈ കുരിശിൽ മരിച്ചവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അതാണ് മറ്റു അവിടുത്തെ ദൈവത്വം എന്ന് പറയുന്നത്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടി ആരും അവിടെ പോയി മുട്ടുകുത്തി കൊന്ത ചൊല്ലിയതായിട്ടൊന്നും ബൈബിൾ പറയുന്നില്ല. മറിച്ച് അവൻ്റെ ദൈവത്വത്തിൽ 3-ാം ദിനം ഉയർത്തെഴുന്നേൽക്കുകയാണ്. അങ്ങനെ അവൻ്റെ ദൈവത്വം വളരെ വ്യക്തമായി പ്രകടമാക്കുന്നു. പക്ഷെ അവൻ്റെ മനുഷ്യത്വത്തിൽ അവൻ കുരിശിൽ മരിച്ചുകൊണ്ട് ഈ മരണത്തിൻ്റെ മേൽ അധികാരമുള്ള പിശാചിനെ തോൽപ്പിക്കുന്നു. ഈ ഒരു വലിയ ദൈവിക രഹസ്യം മനസ്സിലാക്കി. അല്ലെങ്കിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ 11:25 പറയുന്ന ഒരു വചനമുണ്ട്. ഈശോ മർത്തയോട് പറയുന്നൊരു കാര്യമാണ്, പുനരുദ്ധാനവും ജീവനും ഞാനാണ്. അതങ്ങനെ പറയുമ്പോഴും അങ്ങനെ വെറുതെ അങ്ങ് പറഞ്ഞു പോവല്ല. അപ്പം യേശു ക്രിസ്തു അത് തൻ്റെ ജീവിതത്തിലൂടെ പിന്നീട് എന്താ പറയുക, ആ 3 ദിനങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേറ്റുകൊണ്ട് അവൻ വളരെ ഈ ലോകത്തോട് വളരെ വ്യക്തതയോടുകൂടി പ്രഖ്യാപിക്കുകയാണ്, ഐ ആം ദ റിസറക്ഷൻ, ഞാനാണ് പുനരുദ്ധാനം, ഞാനാണ് ജീവൻ. ഇതെല്ലാം മനസ്സിലാക്കി കഴിയുമ്പോഴാണ് പൗലോസ്ലീഹ പറയുന്നത്, ഇങ്ങനെ മരണത്തിന് വലിയ പ്രസക്തിയൊന്നും നമ്മുടെ ജീവിതത്തിൽ, ഇതിൻ്റെ അപ്പുറത്ത് നിത്യത എന്ന് പറയുന്ന ഒരു നിത്യസത്യത്തിലേക്ക് യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം വിരൽ ചൂണ്ടുന്നതുകൊണ്ട് പൗലോസ്ലീഹ ഫിലിപ്പി ലേഖനത്തിൻ്റെ 1:21 പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ജീവിതം ക്രിസ്തുവാണ്, മരണം ഒരു നേട്ടമാണ്. എങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ പറയാൻ സാധിക്കും? ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം നമ്മുടെ മുമ്പിൽ ഇല്ലെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കൊരിന്തോസ് ലേഖനം 15 അധ്യായത്തിൽ പൗലോസ് പറയുന്നത്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്, നിങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഈ പുനരുദ്ധാനം എന്ന് പറയുന്നത് നമുക്ക് നൽകുന്ന ഉറപ്പ്. അപ്പോൾ അതിനുവേണ്ടിയൊക്കെ തന്നെ ആയിരുന്നു അവൻ ആ മരണത്തോടെ കടന്നു പോകുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാണ് നമ്മൾ ഈ വലിയ നിത്യസത്യങ്ങളെല്ലാം പഠിക്കുന്നത്. അപ്പോൾ ആ വലിയ ദൈവിക രഹസ്യങ്ങളൊക്കെ അവൻ്റെ ജീവിതം കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഈ പുനരുദ്ധാനം ജീവന് ഞാനാണെന്ന് എന്താ പറയുക ഉയർത്തെഴുന്നേക്കാത്ത ഒരുത്തൻ പറയുമ്പോൾ അതിന് വലിയ മൂല്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തെല്ലാം ക്രിസ്തു പഠിപ്പിച്ചോ അതെല്ലാം പ്രാവർത്തികമാക്കുന്ന ആ നിത്യസത്യങ്ങളുടെ എല്ലാം ചുരുളഴിയുന്ന വലിയ ദൈവിക രഹസ്യങ്ങളുടെ സമയമായിരുന്നു ഈ കുരിശുമരണവും 3-ാം ദിനത്തിലുള്ള ഉദ്ധാനവും എന്ന് പറയുന്നത്. അതുകൊണ്ട് വളരെ വ്യക്തതയോടെ നമ്മൾ മനസ്സിലാക്കണം, ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിന് ഈ ലോകത്തോട് ഒരുപാട് ദൈവിക രഹസ്യങ്ങൾ പറയാനുണ്ട്. ഇന്ന് നമുക്ക് മരണഭയമില്ലാതെ ജീവിക്കാൻ കഴിയണമെങ്കിൽ ഇതിൻ്റെ അപ്പുറത്ത് നിത്യതയുണ്ടെന്നുള്ളൊരു ഉറപ്പ് കിട്ടുന്നതെല്ലാം ക്രിസ്തുവിൻ്റെ ഉയർപ്പ് നൽകുന്ന ആ ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ക്രിസ്തു കുരിശിൽ മരിക്കേണ്ടതും ആവശ്യകതയായിരുന്നു, അത് മരണത്തെ തോൽപ്പിക്കുവാനായിരുന്നു, അതിൻ്റെ മേലെ അവന് അധികാരമുണ്ട്. ഇന്ന് നമ്മൾ ആരും ഭയപ്പെടേണ്ട കാര്യമില്ല, കാരണം യേശു ക്രിസ്തു നമ്മുടെ പുനരുദ്ധാനമാണ്, നമ്മുടെ ജീവനാണ്. ഓക്കെ ബ്രദർ, വളരെ വ്യക്തമാണ്. ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കൃത്യമായി തന്നെ ബ്രദറിനെ പറയാൻ സാധിച്ചു. അതേ യേശുവിൻ്റെ മനുഷ്യത്വവും ദൈവത്വവുമാണ് കുരിശുമരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. അടുത്തൊരു ചോദ്യം കൂടിയുണ്ട്. അത് യേശു നമ്മുടെ പാപങ്ങൾ കുരിശിൽ ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ ഒരാൾക്ക് മറ്റൊരാളുടെ പാപങ്ങൾ ഏറ്റെടുക്കുന്നത് എങ്ങനെയാണ്, അതിന് സാധിക്കുമോ എന്നാണ് അടുത്ത ചോദ്യം. ഈ പാപത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നത് മിസ്റ്ററി ഓഫ് സിൻ, പാപത്തിൻ്റെ ഒരു രഹസ്യം ഉണ്ടെന്നൊക്കെയാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട ചില ദൈവിക സത്യങ്ങൾ ഇതാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 15:20 പറയുന്ന ഒരു കാര്യമുണ്ട്, പാപം ചെയ്യാൻ അവിടുന്ന് ആരോടും പറഞ്ഞിട്ടില്ല, ആർക്കും അനുവാദം കൊടുത്തിട്ടുമില്ല. അപ്പോൾ ഈ പാപം എന്ന് പറയുന്നത് ദൈവിക പദ്ധതിയുടെ ഒരു ഭാഗമൊന്നും അല്ല.
അത് മനുഷ്യന് ദൈവം സ്വാതന്ത്ര്യത്തോടെ സൃഷ്ടിച്ചപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം അവൻ പിശാചിന്റെ പ്രലോഭനത്തിന് വശംവദനായി ദുരുപയോഗം ചെയ്തപ്പോൾ പാപം കടന്നു വന്നതാണ്. അങ്ങനെ മനുഷ്യവംശം മുഴുവൻ ഈ പാപത്തിന് അടിമയാണ്. നമുക്കറിയാം, ഉത്ഭവാവ് എന്ന് പറയുന്ന ഒരു ദൈവിക രഹസ്യത്തെക്കുറിച്ച് സഭ വ്യക്തതയോടുകൂടി പഠിപ്പിക്കുന്നുണ്ട്. ആദവും ഹവ്വയും പാപം ചെയ്തപ്പോൾ നമ്മളിലേക്കെല്ലാം, മനുഷ്യവംശം മുഴുവനിലേക്കും ഈ പാപം കടന്നു വന്നു. അപ്പോൾ അതുപോലെ എല്ലാ മനുഷ്യരും മരണത്തിന് അധീനരായിക്കൊണ്ട് ഈ നാശത്തിലേക്ക് പോകുമ്പോൾ സൃഷ്ടാവായ ദൈവം ഈ മനുഷ്യൻ തൻ്റെ സൃഷ്ടി മുഴുവൻ, നമ്മുടെ പിതാവും സൃഷ്ടാവുമായ ഈ ദൈവം തൻ്റെ മക്കൾ അല്ലെങ്കിൽ ഈ സൃഷ്ടി മുഴുവൻ നാശത്തിലേക്ക് പോകുന്നു എന്ന് കണ്ടപ്പോഴാണ് സ്വർഗത്തിൻ്റെ ഔന്നത്യം വിട്ട് താഴോട്ട് ഇറങ്ങിയത്. തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ്റെ പാപങ്ങൾ ഏറ്റെടുക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് വളരെ വ്യക്തതയോടു കൂടി അറിയാം, പാപങ്ങൾ മോചിക്കുവാനോ അതിനെ പരിഹരിക്കുവാനോ മനുഷ്യന് പറ്റില്ല, മറിച്ച് ദൈവത്തിനേ പറ്റൂ. അപ്പോൾ ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിന് നമ്മുടെ പാപങ്ങളെ ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അവൻ ദൈവമായതുകൊണ്ട് തന്നെയാണ് അത് സാധിക്കുന്നത്. പാപത്തെ അവൻ തൻ്റെ കുരിശുമരണത്തോടെ പരിഹരിക്കുമ്പോഴും അതെല്ലാം സാധ്യമാക്കുന്നു. ഞാൻ പറഞ്ഞു, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കണം. കാരണം മനുഷ്യ ചരിത്രത്തിൽ മനുഷ്യൻ്റെ ഉന്നമനത്തിന് വേണ്ടിയും അവൻ്റെ വിവിധങ്ങളായ നല്ല ആശയങ്ങൾക്ക് വേണ്ടി, അവൻ്റെ പുരോഗമനത്തിന് വേണ്ടിയൊക്കെ ഒരുപാട് മനുഷ്യർ ജീവിച്ചിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്. പലരും അങ്ങനെ സാമൂഹിക പരിഷ്കർത്താക്കളെ അനേകരൊക്കെ ഉണ്ട്. അവരിന്നെല്ലാം ക്രിസ്തു എന്ന് പറയുന്ന ഈ സത്യദൈവം വ്യതിരക്തനാകുന്നത് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെ ആണ് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കപ്പെടുന്നത്. കാരണം എന്താ? എബ്രായ ലേഖനം 9:22 പറയുന്നുണ്ട്, അതൊരു അനാദിയിലെ ഒരു ദൈവിക നിശ്ചയമാണ്, രക്തം ചിന്താതെ പാപമോചനമില്ല. അപ്പോൾ ഈ ഒരു ദൈവിക നിശ്ചയത്തെ യേശുക്രിസ്തു പൂർത്തിയാക്കി. കാരണം അവൻ ദൈവം തന്നെ ആയതുകൊണ്ടാണ് ഇതെല്ലാം സാധിക്കുന്നത്. കാരണം ആ കുരിശിൽ മരിച്ചാൽ മാത്രം പോരാ, ശരിക്കും പറഞ്ഞാൽ ഉയർത്തെഴുന്നേൽക്കണം കൂടെ വേണം. അതൊരു മനുഷ്യന് സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ കുരിശുമരണം നമ്മളെ വീണ്ടെടുക്കുന്നത് പറയാൻ കാരണം അവൻ ദൈവമായതുകൊണ്ട് കൂടിയാണ്. അപ്പോൾ മനുഷ്യൻ എന്ന നിലയ്ക്കാണ് അവനെ വീണ്ടെടുക്കുന്നതെങ്കിലും അടിസ്ഥാനപരമായി ക്രിസ്തു നമ്മുടെ പാപങ്ങളെ പരിഹരിക്കുന്നത് അവൻ്റെ ദൈവത്വം ഉള്ളതുകൊണ്ട് കൂടിയാണ്. ഓക്കെ ബ്രദർ, വളരെ വ്യക്തമാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് യേശു കുരിശിൽ മരിച്ചത് 2000 വർഷങ്ങൾക്ക് മുൻപാണ്. അന്ന് നമ്മളൊന്നും ജനിച്ചിട്ടുമില്ല. അപ്പൊ ജനിക്കാത്ത ഒരു വ്യക്തിയുടെ പാപങ്ങൾ എങ്ങനെയാണ് മുൻകൂട്ടി ആ പാപങ്ങൾ ക്ഷമിക്കുന്നത് എങ്ങനെയാണ്? അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ അനേകരുടെ മുമ്പിലുള്ള ഒരു ചോദ്യമാണ്. അതെ, വളരെ പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ബർത്ത്ഡേ എടുക്കുവാണെങ്കിൽ 1979 ഞാൻ ജനിച്ചത്. അപ്പോൾ ഞാൻ ജനിക്കുന്നതിന് മുമ്പ്, ഞാൻ പാപം ചെയ്യുന്നതിന് മുമ്പ് ദൈവം എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തു എന്നൊക്കെ പറയും. അതിനകത്ത് എന്ത് ലോജിക്കാവുള്ളതെന്ന് സാധാരണഗതിയിൽ മനുഷ്യൻ ചിന്തിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒന്നാമതായിട്ട് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യനാണ് സമയത്തിന് അധീനനായിട്ട് ജീവിക്കുന്നത്. ദൈവം സമയത്തിന് അതീതനാണ്. ദൈവത്തിന് സമയമില്ല. അപ്പം ദൈവം ഒരു കാര്യം ചെയ്യുന്നതെല്ലാം നിത്യതയിലാണ്. കാരണം ദൈവം നിത്യനാണ്. നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ കാര്യം ഇതായിരുന്നു, ദൈവം നിത്യനാണ്. അപ്പോൾ ദൈവത്തെ സംബന്ധിച്ചോളം ഈ സമയത്തിൻ്റെ പരിധിയും പരിമിതിയും ഉള്ളവനല്ല. അപ്പം അതുകൊണ്ട് ക്രിസ്തു കുരിശിൽ ഒരു നിത്യമായ ഒരു ബലി അർപ്പിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു രക്ഷാകര മൂല്യം എല്ലാ തലമുറകളിലേക്കും വ്യാപിക്കുന്നതിന് കാരണം അത് നിത്യനായ ദൈവം അർപ്പിച്ചത് കൊണ്ട് തന്നെയാണ്. ഇനി രണ്ടാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുള്ള മറ്റൊരു കാര്യം കൂടി ഒരു വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം. 2 പത്രോസിൻ്റെ 3:8 ഇങ്ങനെ പറയുന്നുണ്ട്, 1000 സംവത്സരം അവിടുത്തെ മുമ്പിൽ ഒരു ദിവസം പോലെയും അവിടുത്തെ ഒരു ദിവസം 1000 വത്സരം പോലെയാണ്. അപ്പോൾ നമ്മളീ പറയുന്ന 2000 വർഷം എന്ന് പറയുന്നത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. ദൈവം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നിത്യതയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ദൈവവചനം തന്നെ വ്യക്തതയോടെ പറയുകയാണ്, ദൈവത്തിൻ്റെ തിരുമുമ്പിൽ 2 പത്രോസ് 3:8 പറയുകയാണ്, ദൈവത്തിൻ്റെ തിരുമുമ്പിൽ 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയാണ്. 2000 വർഷം എന്ന് പറഞ്ഞാൽ 2 ദിവസമാണ്. അപ്പോൾ ക്രിസ്തു മരിച്ചത് എന്നാന്ന് ചോദിച്ചാൽ ഇപ്പോഴാണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെയാണ് അതിൻ്റെ ആ ഒരു വലിയ ദൈവീക രഹസ്യം മറിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യനാണ് സമയത്തിന് അധീനനായി കിടക്കുന്നത്, ദൈവം സമയത്തിന് അതീതനാണ് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. 1000 വർഷങ്ങൾ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം പോലെയാണ്. അതുകൊണ്ട് ഈ ഒരു സമയപരിമിതി എന്ന് പറയുന്നത് ഒരിക്കലും ദൈവത്തെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. നിത്യനായ ദൈവം തന്നെ ഇത് സ്ഥാപിച്ചതിനാൽ ആ രക്ഷാകര ദൗത്യം എന്ന് പറയുന്നത് അത് നിത്യമായ ഫലമുളവാക്കുന്ന ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് ഒന്നുകൂടെ സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കാവുന്ന ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. വിചാരിക്കുക, അതുവരെ ഉള്ള ഇന്ത്യക്കാർ മുഴുവൻ തടവിലായിരുന്നു വിചാരിക്കുക. അപ്പോൾ ഈ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അന്ന് വരെ തടവിലായിരുന്ന എല്ലാവരും മോചിക്കപ്പെടും, ഇല്ലേ? അപ്പോൾ അവർക്കെല്ലാം സ്വാതന്ത്ര്യം കിട്ടി. അതിന് മുമ്പുണ്ടായിരുന്ന എല്ലാവർക്കും 1947 മുമ്പുള്ള എല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടി. ഈ 47 ജീവിക്കുന്നവർക്കും സ്വാതന്ത്ര്യം കിട്ടി. ഇനിയിപ്പോൾ ഞാൻ ജനിച്ചത് 1979 അപ്പം ഞാൻ ജനിച്ചു വീഴുന്ന ഈ സ്വാതന്ത്ര്യത്തിലേക്കാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് 1947 ക്രിസ്തുവിൻ്റെ കുരിശിൽ രക്ഷ സ്ഥാപിതമായി അല്ലെങ്കിൽ സ്വാതന്ത്ര്യം സ്ഥാപിതമായെന്ന് പറയുമ്പോൾ അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലുമാണ്. അതിനു മുമ്പുള്ളവർ ആ ബലിയാൽ സ്വതന്ത്രമാക്കപ്പെടുന്നുണ്ട്, അന്നുള്ളവർ അനുഭവിക്കുന്നുണ്ട്.
ഇന്ന് ഞാൻ പിറന്നു വീഴുന്നത് ക്രിസ്തുവിൻ്റെ കുരിശിലെ ബലി നൽകുന്ന ഈ സ്വാതന്ത്ര്യത്തിലേക്കാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ കുരിശിലെ ബലിയിലൂടെയുള്ള പാപമോചനം എന്ന് പറയുന്ന സാധ്യതയിലേക്കാണ് ഞാൻ പറന്നു വീഴുന്നത്. ആ സ്വാതന്ത്ര്യത്തിലേക്കാണ് ഞാൻ പറന്നു വീഴുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ കുരിശിലെ ബലിക്ക് നിത്യമായൊരു മാനമുണ്ടെന്ന് പറയുമ്പോൾ അത് നമ്മൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇന്ത്യക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അത് എല്ലാ തലമുറകളിലേക്കും വ്യാപിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അതിന് മുമ്പ് തടവിലായി കിടക്കുന്നവർക്കും അല്ലെങ്കിൽ ആ നിമിഷം ജീവിക്കുന്നവർക്കും ഇനി വരാനിരിക്കുന്നവർക്കും. കാരണം ഇന്ന് നമ്മൾ ജനിച്ചു വീഴുന്നത് ഈ സ്വാതന്ത്ര്യത്തിലേക്കാണ്. ക്രിസ്തുവിൻ്റെ കുരിശിലെ ബലിയുടെ സ്വാതന്ത്ര്യത്തിലേക്കാണ് ഞാനും നിങ്ങളും പറന്നു വീഴുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ബലിക്ക് ഇന്നും വളരെ പ്രസക്തമുണ്ട്. എൻ്റെ പാപത്തെ നീക്കാൻ പറ്റും. കാരണം അത് നൽകുന്ന പാപമോചനം എന്ന് പറയുന്ന സാധ്യതയിലേക്കാണ് ഞാൻ പിറന്നു വീഴുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ബലിക്ക് എൻ്റെ പാപങ്ങളെ പൂർണ്ണമായിട്ടും ഏറ്റെടുക്കാൻ സാധിക്കും. ഓക്കെ ബ്രദർ, ലോജിക്കലായിട്ട് ചോദിച്ച ചോദ്യത്തിന് ലോജിക്കലായിട്ട് തന്നെ ബ്രദറിന് അത് വ്യക്തമാക്കി കൊടുക്കാൻ സാധിച്ചു. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, യേശു കുരിശിൽ പാപങ്ങൾ ഏറ്റെടുത്താൽ പിന്നെ ഇപ്പോഴും പാപമുണ്ടല്ലോ, അതെങ്ങനെയാണ് ശരിയാവുക? അത് ഒരു മനസ്സിലാക്കേണ്ട മറ്റൊരു രഹസ്യമാണ്. ദൈവം യേശു ക്രിസ്തു നമ്മുടെ പാപപരിഹാര ബലിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം പാപങ്ങൾ ഉണ്ടാകാൻ പാടില്ല അല്ലെങ്കിൽ ശാപങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഒരു വാദഗതികൾ സമൂഹത്തിൽ പ്രബലമാണ്. പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ വ്യക്തതയോടുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പാപം എങ്ങനെയാണ് കടന്നു വന്നത് ഞാൻ പറഞ്ഞു. പാപം ചെയ്യാൻ ദൈവം ആരെയും അനുവദിച്ചിട്ടില്ല. ദൈവം ആർക്കും അനുവാദം കൊടുത്തില്ല. അതാണ് പ്രഭാഷകന്റെ പുസ്തകം 15:20 പറഞ്ഞത്. പാപം എങ്ങനെയാണ് കടന്നു വന്നത്? ദൈവം മനുഷ്യനെ സ്വാതന്ത്ര്യത്തോടു കൂടി സൃഷ്ടിച്ചു. പിശാചിന്റെ പ്രലോഭനത്തിന് വഴങ്ങി അവൻ ആ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗിച്ചു. അങ്ങനെയാണ് പാപം കടന്നു വന്നത്. ക്രിസ്തു കുരിശിൽ നമ്മുടെ പാപത്തെ പരിഹരിച്ചപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം എടുത്തു കളഞ്ഞിട്ടില്ല. മനുഷ്യന്റെ സ്വാതന്ത്ര്യം ഇന്നും നിലനിൽക്കുന്നു. നിങ്ങളോട് സംസാരിക്കുന്ന എനിക്കിപ്പോഴും സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകാനും പോകാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കിപ്പോഴും ഉണ്ട്. കൽപ്പനകൾ അനുസരിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എനിക്കിപ്പോഴും. ഈ സ്വാതന്ത്ര്യത്തിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുക്കേണ്ട ഒന്നാണ് വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്, പാപമില്ലാത്തൊരു ജീവിതം എന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പോഴും മനുഷ്യൻ്റെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും ക്രിസ്തു കുരിശിൽ ഹനിച്ചു എന്നതിന് അർത്ഥമില്ല. മനുഷ്യന് സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടാണ് ഇന്നും പാപമുള്ളത്. അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ കുരിശിലെ ബലിയോടെ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം നീക്കപ്പെട്ടിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പാപം ഉണ്ടാകുമായിരുന്നില്ല. ആർക്കും പാപം ചെയ്യാൻ സാധിക്കില്ലല്ലോ. കാരണം മനുഷ്യന് സ്വാതന്ത്ര്യമില്ലെങ്കിൽ എങ്ങനെ അവൻ പാപം ചെയ്യും? അങ്ങനെ ഒരു സാധ്യതയില്ല. അപ്പോൾ അത് ക്രിസ്തുവിൻ്റെ കുരിശിലെ ബലിക്ക് നിനക്ക് പാപമോചനം തരുവാനുള്ള ആ ഒരു ശക്തി ഉള്ളപ്പോഴും എൻ്റെ സ്വാതന്ത്ര്യം അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്വതന്ത്ര മനസ്സോടുകൂടി ക്രിസ്തുവിൻ്റെ കുരിശിലെ ബലിയുടെ രക്ഷാകര മൂല്യങ്ങളെ സ്വീകരിച്ച് വിശുദ്ധ ജീവിതം സ്വതന്ത്രമായി തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ദൈവിക പദ്ധതി എന്ന് പറയുന്നത്. ഗലാത്യർ 5:1 പറയുന്നത് ക്രിസ്തു നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് മോചിപ്പിച്ചു എന്നാണ്. അതാണ് അടിസ്ഥാനപരമായി സംഭവിച്ചത്. കാരണം യോഹന്നാൻ 8:34 പറയുന്നുണ്ട്, പാപം ചെയ്യുന്ന പാപത്തിൻ്റെ അടിമയാണ്. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു. പിന്നീട് നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന പിശാചായിരുന്നുവെങ്കിൽ, പക്ഷെ അവിടുന്ന് ആ ഒരു അടിമത്തത്തിൽ ദൈവം നമ്മളെ മോചിപ്പിച്ചു. എനിക്കിന്ന് സ്വാതന്ത്ര്യമുണ്ട് എൻ്റെ ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകാനും പോകാതിരിക്കാനും. അപ്പോൾ ഈ പോകാതിരിക്കുമ്പോഴാണ് ഈ പാപത്തിൻ്റെ ഒരു സാധ്യത വരുന്നത്. അപ്പോൾ ക്രിസ്തു കുരിശിൽ മരിച്ചു എന്ന് പറയുന്നത് കൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നില്ല. അപ്പോൾ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് ഇപ്പോഴും പാപമുണ്ട്. പക്ഷേ എന്താണ് നമ്മുടെ മുമ്പിലുള്ള മറ്റൊരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ കുരിശിലെ അനന്തമായ യോഗ്യതയാൽ നമുക്ക് പാപമോചനമുണ്ട്. ഒരു വ്യക്തി ഇന്ന് നവീകരണത്തിൽ വന്ന ഒരു വ്യക്തി പാപത്തിൽ വീണുപോയി എന്ന് വരിക, പ്രാർത്ഥനയിൽ ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി പാപത്തിൽ നിന്ന് വീണുപോയാൽ പോലും അവിടെ പോലും അവൻ അനുദപിച്ച് ഏറ്റുപറഞ്ഞ് വീണ്ടും ക്രിസ്തുവിൻ്റെ കുരിശിലെ ബലിയുടെ യോഗ്യതയാൽ പാപമോചനം സ്വന്തമാക്കാം എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലെ സാധ്യത. പാപമില്ലാത്ത സ്ഥലം എന്ന് പറയുന്നത് സ്വർഗമാണ്. അത് നമുക്ക് ദൈവം ഒരുക്കിയിട്ടുണ്ട്. പാപമില്ലാത്ത സ്ഥലമുണ്ട്, അത് സ്വർഗമാണ്, അത് നിത്യതയാണ്. അപ്പം നമ്മൾ ഈ ഒരു ലോക ജീവിതത്തിൽ നമുക്ക് പാപത്തോടുള്ള ഈ പോരാട്ടം നമ്മുടെ മരണം വരെ ഉള്ള ഒരു സത്യമാണ്. എങ്കിലും പാപമില്ലാത്ത സ്ഥലമുണ്ട്. ക്രിസ്തുവിൻ്റെ കുരിശിലെ ബലിയുടെ യോഗ്യതയാൽ പാപമില്ലാത്തൊരു സ്ഥലം ഒരുക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പേര് സ്വർഗമെന്നാണ്. അവിടെ പാപവും ശാപവും ഇല്ല എന്നുള്ളത് ബൈബിൾ വ്യക്തതയോടുകൂടി പഠിപ്പിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇപ്പം നമ്മളിപ്പോൾ പറയും, ഇപ്പോൾ ഒരു മഴക്കാലമാണ്. ഈ മഴക്കാലമാണെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയ ചെളി പറ്റുമെന്ന് പറഞ്ഞ് നമുക്ക് പുറത്തിറങ്ങാതിരിക്കാൻ പറ്റില്ല. ചെളി പറ്റിയാൽ എന്ത് ചെയ്യണം? ചെളി കഴുകി കളയാനുള്ള സോപ്പും മറ്റ് സൗകര്യങ്ങളും അവൈലബിൾ ആണ്, അല്ലെങ്കിൽ കുളിക്കാനുള്ള സൗകര്യം അവൈലബിൾ ആണ്. അപ്പോൾ എന്നെ തന്നെ വൃത്തിയാക്കാനുള്ള സൗകര്യം അവൈലബിൾ ആണ് എന്ന് പറഞ്ഞതുപോലെ ക്രിസ്തുവിൻ്റെ കുരിശിലെ ബലിയുടെ യോഗ്യതയാൽ നിന്റെ പാപങ്ങളെ കഴുകിക്കളഞ്ഞ് വീണ്ടും വിശുദ്ധി പ്രാപിക്കാനുള്ള സാധ്യത നിന്റെ മുമ്പിലുണ്ട്. പാപമോചനം എന്ന് പറയുന്ന വലിയൊരു സാധ്യതയാണ് ക്രിസ്തു കുരിശിലെ ബലിയിലൂടെ നമുക്ക് മുമ്പിൽ സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത്. അതിനെയാണ് പാപപരിഹാര ബലി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ ബ്രദർ, വളരെ വ്യക്തമാണ്. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ഒരു വ്യക്തി യേശു ക്രിസ്തുവിലുള്ള പാപമോചനത്തെ പറ്റി അറിയാതെ മരിച്ചുപോയാൽ എന്തായിരിക്കും സംഭവിക്കുക? തീർച്ചയായിട്ടും ക്രിസ്തുവിൻ്റെ കുരിശിലെ ബലിയുടെ അല്ലാതെ ഒരു രക്ഷ എന്ന് പറയാൻ സാധ്യമല്ല. യോഹന്നാന്റെ സുവിശേഷം 14:6 വളരെ വ്യക്തതയോടെ ഈശോ പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക്
വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ കുരിശിലെ ബലിയിലൂടെ അല്ലാതെ യേശു ക്രിസ്തു എന്ന് പറയുന്ന ഏകരക്ഷകൻ വഴിയല്ലാതെ ഒരു മനുഷ്യന് രക്ഷയില്ല എന്നുള്ളത് ബൈബിൾ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സത്യമാണ്. ഇങ്ങനെ പ്രഖ്യാപിക്കുമ്പോഴും ക്രിസ്തുവിൻ്റെ ബലിയുടെ സമഗ്രത എന്ന് പറയുന്നത് നമുക്ക് മുമ്പിൽ വയ്ക്കുന്ന സാധ്യതയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു വ്യക്തി അയാളുടേതല്ലാതെ ഒരു കാരണത്താൽ അയാൾക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയുവാനോ കേൾക്കുവാനോ സാധ്യത കിട്ടിയില്ല. തീർച്ചയായിട്ടും പാപമോചനം നേടുവാൻ അയാൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് അയാളുടെ ഉത്തരവാദിത്തപ്പെടുന്നൊരു കാര്യമല്ല. അപ്പോൾ അയാളുടെ മുമ്പിലുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ക്രിസ്തു അയാൾക്ക് വേണ്ടി കൂടി മരിച്ചതിനാൽ തീർച്ചയായിട്ടും സ്വർഗത്തിലേക്കുള്ളൊരു സാധ്യത അയാളുടെ മുമ്പിലുണ്ട്. സഭ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനാൽ നിത്യത എന്ന് പറയുന്ന ഒരു സാധ്യത അയാളുടെ മുമ്പിലുണ്ട്. കാരണം ക്രിസ്തുവിൻ്റെ ദൗത്യത്തിന് വേറിട്ടൊരു ദൗത്യം സഭയ്ക്കില്ല. ലോകം മുഴുവൻ്റെയും പാപം നീക്കുന്ന കുഞ്ഞാടെന്നാണ് യോഹന്നാന്റെ സുവിശേഷം 1:29 സ്നാപക യോഹന്നാൻ യേശുവിനെ വിളിക്കുന്നത്. ലോകം മുഴുവൻ്റെയും പാപങ്ങളാണ് യേശു ക്രിസ്തു സംഭവിച്ചത് എങ്കിൽ തീർച്ചയായിട്ടും യേശു ക്രിസ്തുവിനെ അറിയാതെ മരിച്ച ഒരു വ്യക്തിയുടെ പാപങ്ങൾ കൂടി യേശു ക്രിസ്തു ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പം നിത്യത എന്ന് പറയുന്ന സാധ്യത അയാളുടെ മുമ്പിലുണ്ട്. അപ്പോൾ ആ ഒരു രക്ഷയെ ലോകത്തിന് പകർന്നു കൊടുക്കുവാനാണ് ദൈവം സഭയെ സ്ഥാപിച്ചത്. അപ്പോൾ സഭ നിരന്തരം പ്രാർത്ഥിക്കുന്ന ലോകം മുഴുവന് വേണ്ടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും രക്ഷയുടെ സാധ്യതകൾ അയാളുടെ മുമ്പിൽ നിൽക്കുന്നു. പക്ഷെ അയാൾ നിത്യത പ്രാപിക്കുമെന്നുള്ളത് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതിനൊരു കാരണമുണ്ട്. കാരണം എല്ലാ മനുഷ്യനെയും സൃഷ്ടിച്ചിരിക്കുന്നത് സാക്ഷാൽ നമ്മുടെ ദൈവമാണ്. ഉൽപ്പത്തി 1:26 വളരെ വ്യക്തതയോടെ പറയുന്നു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഈ വ്യക്തിക്ക് അടിസ്ഥാനപരമായിട്ടൊരു വിളിയാണ് നന്മ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അത് അയാൾ നിർവഹിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിത്യത എന്ന് പറയുന്ന ഒരു സാധ്യത ക്രിസ്തുവിൻ്റെ കുരിശിലെ ബലിയുടെ സഭയുടെ പ്രാർത്ഥനയിലൂടെ അയാളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പോലും അയാളുടെ പ്രവൃത്തികളുടെ ഒരു എന്താ പറയുക, അയാളുടെ പ്രവൃത്തികളുടെ ഒരു ഇവാലുവേഷൻ, പ്രവൃത്തികൾക്കനുസരിച്ചുള്ള ഒരു വിധി കൂടി അതിലൂടെ ചേർത്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവൻ എന്ന നിലയ്ക്ക് അടിസ്ഥാനപരമായിട്ട് നന്മ ചെയ്യാൻ വിളിക്കപ്പെട്ടവനാണ്. അപ്പോൾ അതുകൊണ്ട് അയാൾ നന്മ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ മനസാക്ഷിയുടെ സ്വരം, അതിനെക്കുറിച്ച് റോമാലേഖനം 2:15 വ്യക്തതയോടെ പറയുന്നുണ്ട്. നിയമം ലഭിച്ചിട്ടില്ലാത്ത വിജാതിയർ നിയമം അനുശാസിക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കുമ്പോൾ നിയമത്തിൻ്റെ അനുശാസനം തങ്ങളുടെ അന്ധകരണങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നവർ വ്യക്തമാക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യൻ്റെയും അന്ധകരണത്തിൽ, മനസാക്ഷിയിൽ ദൈവം സംസാരിക്കുന്നുണ്ട്. ഈ വ്യക്തി ഈ മനസാക്ഷിക്ക് അനുസരിച്ചാണോ ജീവിച്ചത്, നന്മ ചെയ്താണോ ജീവിച്ചത് എന്ന് പറയുന്ന ഒരു ചോദ്യം അയാളുടെ മുമ്പിൽ വരും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ ഒരുമിച്ച് ചേർക്കുമ്പോഴാണ് അയാൾ നിത്യത എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുക. ക്രിസ്തുവിൻ്റെ കുരിശിലെ ബലിയുടെ യോഗ്യതയാൽ, സഭയുടെ പ്രാർത്ഥനയാൽ ഒരു രക്ഷയിലേക്കുള്ള, നിത്യതയിലേക്കുള്ള ഒരു സാധ്യത അയാളുടെ മുമ്പിൽ നിൽക്കുമ്പോഴും അയാളുടെ വ്യക്തിപരമായ ഉത്തരവാദിത്വം എന്ന നിലയ്ക്ക് നന്മ പ്രവർത്തിച്ചോ, മനസാക്ഷി അനുസരിച്ച് ജീവിച്ചോ എന്നുള്ളതോട് കൂട്ടിച്ചേർക്കുമ്പോഴേ അയാളുടെ നിത്യത എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വിധിയെക്കുറിച്ച് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളത് ദൈവത്തിൻ്റെ ജൂറിസ്ഡിക്ഷനിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. അയാളുടെ നിത്യത എന്ന് പറയുന്നത് സാധ്യതയുണ്ട് എന്ന് നമുക്ക് പറയാമെങ്കിലും അത് പൂർണ്ണമായിട്ട് നമുക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റില്ല. കാരണം യോഹന്നാന്റെ ലേഖനം 3-ാമത്തെ ലേഖനത്തിൻ്റെ 11-ാമത്തെ വചനം പറയുന്നത് നന്മ ചെയ്യുന്നവൻ ദൈവത്തിൻ്റെ സ്വന്തമാണെന്നാണ്. അപ്പോൾ നന്മ പ്രവർത്തിക്കാത്തവൻ്റെ കാര്യം എന്താണെന്നുള്ളത് ബൈബിൾ വ്യക്തതയൊന്നും പറയുന്നില്ല. അപ്പോൾ സ്വർഗ്ഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ നന്മ പ്രവർത്തികൾ ദൈവം നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് ദൈവത്തെ അറിയുവാനും സ്നേഹിക്കുവാനും, നമ്മളെ ദൈവഛായ സൃഷ്ടിക്കപ്പെട്ട സഹോദരങ്ങൾക്ക് നന്മ ചെയ്യാനൊക്കെയാണ്. അപ്പോൾ അടിസ്ഥാനപരമായി ഒരാൾ വിശ്വാസിയാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ഈ ഒരു കാര്യത്തിനകത്ത് അയാൾക്ക് എക്സ്ക്യൂസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അയാൾ നന്മ ചെയ്തോ, മനസാക്ഷി അനുസരിച്ച് ജീവിച്ചോ എന്നുള്ളതും കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ മാത്രമേ അയാളുടെ നിത്യതയെക്കുറിച്ച് വ്യക്തമായൊരു എന്താ പറയുക, ഒരു കാഴ്ചപ്പാടിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുള്ളൂ. അതേസമയം നമുക്ക് ഉറപ്പിച്ച് പറയാവുന്നൊരു കാര്യമാണ്, ക്രിസ്തു അയാൾക്ക് വേണ്ടി മരിച്ചതുകൊണ്ട്, സഭ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നിത്യതയുടെ ഒരു സാധ്യത എല്ലാ മനുഷ്യർക്കുമുണ്ട്. എല്ലാ മനുഷ്യർക്കും. കാരണം എന്താ, യേശു ക്രിസ്തു ലോകം മുഴുവൻ്റെയും പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. അവനിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. അവൻ ലോകം മുഴുവന് വേണ്ടി മരിച്ചു. അവൻ്റെ ആ ഒരു രക്ഷ ലോകത്തിന് പകർന്നു കൊടുക്കാൻ വേണ്ടി അവൻ സഭയെ സ്ഥാപിച്ചു. സഭ ഇന്നും ലോകം മുഴുവന് വേണ്ടി മധ്യസ്ഥ വഹിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ എല്ലാ മനുഷ്യൻ്റെ മുമ്പിലും രക്ഷയുടെ ഒരു സാധ്യത തുറക്കപ്പെട്ടിട്ടുണ്ട്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ അർത്ഥം എല്ലാ മനുഷ്യനും രക്ഷ പ്രാപിക്കുന്നു വെറുതെ ഒരു എന്താ പറയുക, ഒരു വേഗമായ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എത്താൻ പറ്റത്തില്ല. അതേസമയം തന്നെ വ്യക്തിപരമായി ഓരോ മനുഷ്യനും അവൻ്റെതായ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. അത് നന്മ ചെയ്യുവാനും മനസാക്ഷി അനുസരിക്കാനുള്ള, അത് ഏത് മനുഷ്യനാണെങ്കിലും അയാളുടെ കടമയാണ്. ആ കടമയോട് ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചേർക്കുമ്പോഴേ അയാളുടെ നിത്യതയെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും വ്യക്തതയോടുകൂടി പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ ബ്രദർ, വളരെ വ്യക്തമാണ്. ബ്രദർ ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ബ്രദറിന്റെ വിലപ്പെട്ട സമയം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. ബ്രദർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, പ്രേക്ഷകർ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ വിശദീകരണം ലഭിച്ചു കാണും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ബ്രദർ. യേശുവിന്റെ കുരിശുമരണത്തെക്കുറിച്ച് പ്രേക്ഷകർ ചോദിച്ച ചില സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ബ്രദർ സനീഷ് ജോർജ് നമ്മളോട് സംസാരിച്ചത്. വിശുദ്ധ ഗ്രന്ഥം ഉദ്ധരിച്ചുകൊണ്ട് ബ്രദർ സനീഷ് ജോർജ് നൽകിയ മറുപടികളെല്ലാം തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി ഇതേ സമയം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.